തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ, മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ, സനാതന ധർമ്മത്തെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഒരു ഹേറ്റ് സ്പീച്ച് നടത്തിയത് ഉന്മൂലനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ ഒരു കേസ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഇങ്ങനെ ഹേറ്റ് സ്പീച്ച് നടത്തിയതിനാണ് കേസ്. അല്ല, ഇദ്ദേഹത്തിന്റെ ഈ പരാമർശത്തെ എതിർത്ത് BJP നേതാവ് സംസാരിച്ചപ്പോ BJP നേതാവിനെതിരെ സ്റ്റാലിൻ കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുകയാണ്. വിദ്വേഷ പ്രസംഗം ഇയാൾ പറഞ്ഞു എന്നും പറഞ്ഞോട്ടെ. സുപ്രീം കോടതി വലിയ രീതിയിൽ ഉദയനിധി സ്റ്റാലിനെയാണ് ഇവിടെ വിമർശിച്ചിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ പറഞ്ഞതാണ് ഹേറ്റ് സ്പീച്ച്. അത് ശരിക്കും വംശഹത്യക്ക് തുല്യമാണ്. ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെയും തത്വങ്ങളെയും ആചാരങ്ങളും ഒക്കെ പുച്ഛിക്കുന്നത് അവരോട് വംശഹത്യ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെയാണ് കേസെടുക്കേണ്ടത്, അല്ലാതെ അതിനോട് മറുപടി പറഞ്ഞ BJP നേതാവിനെതിരെയല്ല കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ കൊടുത്ത കേസ് റദ്ദാക്കിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു വിമർശനവും കൂടി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കാം. മതേതരത്വം സംരക്ഷിക്കാൻ എന്ന പേരിൽ 24 മണിക്കൂറും ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചും ഹിന്ദുക്കൾക്കെതിരെ ഇതുപോലത്തെ ഹേറ്റ് സ്പീച്ചും ഒക്കെ ഇങ്ങനെ പരത്തിവിടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതാണോ മതേതരത്വം? ഇതാണോ മത സൗഹാർദ്ദം? എന്തുകൊണ്ടാണ് ഒരു മതത്തോട് മാത്രം ഇവർക്ക് ഇത്രയും വെറുപ്പുണ്ടാകുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്?